ഒരു സാധാരണ സമയത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ പെട്ടെന്നാണ് ചുറ്റുമുള്ള മൊബൈൽ ഫോണുകളിൽ ഒരേ സമയം വൻ ശബ്ദത്തിൽ അലാറം മുഴങ്ങുകയും സ്ക്രീനിൽ ഒരു അടിയന്തര സന്ദേശം തെളിയുകയും ചെയ്യുന്നത്. അബുദാബിയിലോ ദുബായിലോ യുഎയുടെ മറ്റ് ഏതെങ്കിലും ഭാഗങ്ങളിലോ ജീവിക്കുന്ന ഏതൊരാൾക്കും ഈ അനുഭവം പരിചയമുണ്ടാകും. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുകയും അലാറം അടിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ സ്വാഭാവികമായും പരിഭ്രാന്തിയാകാറുണ്ട്. എന്നാൽ കേവലം സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എത്തിയിരിക്കുന്ന ഈ സന്ദേശം വ്യക്തിഗതമായി അയക്കുന്ന ഒരു സാധാരണ SMS അല്ല. രാജ്യത്തിന്റെ സുരക്ഷാ നെടുന്തൂണായ ബഹുതല പ്രതിരോധ സംവിധാനങ്ങളുടെയും ടെലികോം ശൃംഖലകളുടെയും ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് ഘട്ടമാണിത്. സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഓരോ ഫോൺ നമ്പറിലേക്കായി തനിയെ അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരേ സമയം SMS അയക്കാൻ ശ്രമിച്ചാൽ നെറ്റ്വർക്ക് തടസ്സപ്പെടാനും സന്ദേശങ്ങൾ വൈകാനും സാധ്യതയേറെയാണ്. ഇതിന് പരിഹാരമായാണ് സെൽ ബ്രോഡ്കാസ്റ്റ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ UAE ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി പ്രയോജനപ്പെടുത്തുന്നത്. ഈ സംവിധാനത്തിന് യാതൊരുവിധ ഫോൺ നമ്പറുകളുടെയും ആവശ്യകതയില്ല. നിർദ്ദിഷ്ട പ്രദേശത്തെ മൊബൈൽ ടവറുകളുടെ കവറേജിലുള്ള എല്ലാ 4G, 5G ഫോണുകളിലേക്കും ഒരേ സമയം റേഡിയോ പ്രക്ഷേപണം പോലെ സന്ദേശം എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരേ നഗരത്തിൽ ജീവിക്കുന്ന രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രം ഇത്തരം മുന്നറിയിപ്പ് ലഭിക്കുകയും മറ്റൊരാൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന സംശയം പലരിലുമുണ്ട്. UAEയുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നൽകുന്ന വിശദീകരണമനുസരിച്ച് അപായ സാധ്യതയുള്ള കൃത്യമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ മുന്നറിയിപ്പുകൾ പ്രക്ഷേപണം ചെയ്യുന്നത്. കനത്ത മഴ, മഞ്ഞ്, കാറ്റ്, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വായുമാർഗമുള്ള സുരക്ഷാ ഭീഷണികൾ എന്നിവ ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകളിലെ ഫോണുകളിലേക്ക് മാത്രം മുന്നറിയിപ്പ് ചുരുങ്ങുന്നു. അതിനാൽ സന്ദേശം ലഭിച്ചില്ല എന്നത് സാങ്കേതിക തകരാറല്ല, മറിച്ച് നിങ്ങൾ അപകട മേഖലയ്ക്ക് പുറത്താണെന്നതിന്റെ തെളിവാണത്. പൊതുജനങ്ങൾക്ക് അനാവശ്യ ഭീതിയും ഉറക്കഭംഗിയും ഒഴിവാക്കാൻ രാത്രി സമയങ്ങളിൽ അലാറത്തിന്റെ ശബ്ദത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളും അതോറിറ്റി നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൽ ആ മുന്നറിയിപ്പ് ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വൻതോതിലുള്ള സുരക്ഷാ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. UAE പ്രതിരോധ മന്ത്രാലയവും മറ്റ് സുരക്ഷാ ഏജൻസികളും അത്യാധുനിക റഡാറുകളും ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളും വഴി വ്യോമ മേഖലയെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും തത്സമയം നിരീക്ഷിക്കുന്നു. അപകട സാധ്യത സ്ഥിരീകരിച്ചാലുടൻ NCEMA സിവിലിയൻ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയും അത് നിമിഷങ്ങൾക്കുള്ളിൽ ഇത്തിസലാത്ത്, ഡു തുടങ്ങിയ ടെലികോം ശൃംഖലകൾ വഴി മൊബൈൽ ഫോണുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഉപഭോക്താവിന്റെ ഫോൺ മ്യൂട്ട് അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ആയിരുന്നാൽ പോലും ഡിസ്പ്ലേയിൽ മുന്നറിയിപ്പ് തെളിയുകയും പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദം മുഴങ്ങുകയും ചെയ്യും. ഒരു പ്രദേശത്ത് അടിയന്തര സന്ദേശം ലഭിച്ചു എന്നതുകൊണ്ട് അവിടെ ഉടൻ അപകടം സംഭവിക്കുമെന്ന് അർത്ഥമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും മുൻകൂട്ടി സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടിയാണിത്. സന്ദേശം ലഭിച്ചാലുടൻ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയാണ് വേണ്ടത്. വാതിലുകളിൽ നിന്നും കട്ടികുറഞ്ഞ ഗ്ലാസ് ജനലുകളിൽ നിന്നും മാറി നിൽക്കുക, വാഹനം ഓടിക്കുകയാണെങ്കിൽ അനാവശ്യമായി റോഡിൽ നിർത്താതെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നിവയാണ് താമസക്കാർ പാലിക്കേണ്ട പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായി UAE നിലകൊള്ളുന്നത് ഇത്തരം കൃത്യതയാർന്ന സാങ്കേതിക സംവിധാനങ്ങളുടെയും ദ്രുത പ്രതികരണ ശേഷിയുടെയും കരുത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.